സാമ്പാർ ഉണ്ടാക്കാൻ ഇനി മണിക്കൂറുകൾ വേണ്ട. തിരക്കുള്ള രാവിലെയോ മടുപ്പുള്ള വൈകുന്നേരങ്ങളിലോ ഒരൊറ്റ കുക്കറിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സാമ്പാർ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ എളുപ്പത്തിലുള്ള ഈ സാമ്പാർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ കഴുകി നമുക്ക് കുക്കറിൽ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ്, അതുപോലെ മുരിങ്ങയ്ക്ക, പിന്നെ കത്രിക്ക, പിന്നെ കോവയ്ക്ക, നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറിയുണ്ടോ അതൊക്കെ നമുക്ക് എടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ക്യാരറ്റ്, അതുപോലെ ചെറിയുള്ളി, വെണ്ടയ്ക്കയൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്കൊന്ന് വറുത്ത് ചേർക്കാമെന്നേ ഉള്ളൂ. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് കുക്കറിൽ തന്നെ നമ്മൾ എല്ലായിട്ടും ഒന്നിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് ആവശ്യത്തിന് നിറയെ വെള്ളവും വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അല്പം കൂടുതൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ സാമ്പാർ പൊടി മാത്രമേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടിയും ഉപ്പും നമ്മുടെ കഷ്ണങ്ങളും എല്ലാം ഒന്നിച്ചിട്ട് നമ്മുടെ പരിപ്പും എല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ പരിപ്പിടുന്നതിന് മുമ്പ് നമ്മളൊരു 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പോ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ വളരെ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഈ സാമ്പാറിൻ്റെ ഇത് കഷ്ണത്തിൽ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഏറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സാമ്പാറിലെ പ്രധാന ചേരുവയായ നമ്മുടെ പരിപ്പുണ്ടല്ലോ, പ്രോട്ടീൻ്റെ ഉറച്ച ഒരു ഉറവിടം എന്ന് തന്നെ പറയാം കേട്ടോ. അത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ പേശിയുടെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്തിരിക്കുന്ന പച്ചക്കറിയിൽ ധാരാളം ഫൈബറൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളുടെ ദഹനമൊക്കെ മെച്ചപ്പെടുത്താനും, അതുപോലെ നമ്മളുടെ കാലുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാൻ സഹായിക്കും. സാമ്പാറിൽ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയും കായവും കറിവേപ്പിലയും അതുപോലെ വാളംപൊടി എന്നിവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ 2 വിസിലടിച്ചപ്പോഴത്തേക്ക് പാകത്തിന് നമ്മളുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ പച്ചക്കറികൾ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ കുക്കറിൽ 2 വിസിലടിച്ചപ്പോഴത്തേക്കും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കടുക് വറുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, ചെറിയുള്ളി ഇവയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടും, കാശ്മീരി ചില്ലി പൗഡർ. അങ്ങനെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാമ്പാർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും നമ്മുടെ സാമ്പാറിന്. അതേപോലെ തന്നെ നല്ല രുചിയും കൂടും കേട്ടോ. അതേപോലെ കുറഞ്ഞ കാലറിയും കൂടുതൽ നാരുകളും ഉള്ളതുകൊണ്ട് വയറ് നിറഞ്ഞ അനുഭവം നൽകുകയും അനാവശ്യമായ വിശപ്പ് കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളുടെ ഈ സാമ്പാർ കഴിക്കുന്നതിലൂടെ. അതുപോലെ പലതരം പച്ചക്കറി ഉള്ളതുകൊണ്ട് തന്നെ വിറ്റാമിൻ എയും സിയും അയണും സിങ്കും എല്ലാം സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിന് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നോക്കിയാൽ ഇപ്പോൾ തന്നെ നല്ല കളർ വന്നിട്ടുണ്ട്. ആ മുളക് പൊടി മൂപ്പിച്ചിട്ട് ആ കളറാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന എണ്ണയുടെ കൂടെ കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതി ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. നമ്മൾ ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ചിലർ പുളി ചേർക്കും, ചിലർ പുളി ചേർക്കത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം തക്കാളി ഇടുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പുളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതൊക്കെ ഓഫ് ചെയ്തിടുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നമ്മളുടെ കിടിലൻ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.